ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മഹാരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രൂണയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രൂണെ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമെന്നും നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 7% ലോകബാങ്ക്. ഓഡിറ്റ് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും UAEയും ഒപ്പുവച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ ഇന്നലെ നേടിയത് 5 മെഡലുകൾ. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ വിശ്വശാന്തി ബുദ്ധവിഹാര രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഗവർണർ CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, കേന്ദ്രമന്ത്രി രാംദാസ് അഠോലെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ തുടങ്ങിയവരും പങ്കെടുക്കും. ശാസൻ ആപ് ലേയ ദാരി, മുഖ്യമന്ത്രി മാഝി ലാഡ്കി ബഹിൻ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി രാഷ്ട്രപതി സംവദിക്കും. തഖ്ത് സച്ഖട്ട് ശ്രീ ഹസൂർ സാഹിബ് ഗുരുദ്വാരയും രാഷ്ട്രപതി സന്ദർശിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ചയാണ് രാഷ്ട്രപതി മുംബൈയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണെ സുൽത്താൻ ഹാജി ഹസനാൽ ബോൽക്കിയയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ചർച്ചാ വിഷയമാകും. നിരവധി കരാറുകളിലും ഇരു നേതാക്കളും ഒപ്പുവയ്ക്കും. വിശദാംശങ്ങളിലേക്ക്. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ ബ്രൂണയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ബ്രൂണയിലെ കിരീടാവകാശിയും മുതിർന്ന മന്ത്രിയുമായ ഹാജി അൽ മുഹത്തദി ബില്ലയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. ഇന്ത്യ ബ്രൂണെ ഉഭയകക്ഷി ബന്ധത്തിന്റെ 40ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണെ സന്ദർശിക്കുന്നത്. ഇന്നലെ ബ്രൂണയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പുതിയ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉമർ അലി സൈഫുദ്ദീൻ പള്ളിയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ ഇന്ന് സിംഗപ്പൂരിലെത്തുന്ന പ്രധാനമന്ത്രി സിംഗപ്പൂർ പ്രസിഡന്റ് ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധം, ആഗോള പ്രാദേശിക വിഷയങ്ങൾ എന്നിവയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തും. 6 വർഷത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ സന്ദർശിക്കുന്നത്. ആസിയാൻ രാജ്യങ്ങൾക്കിടയിലെ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ പ്രധാന സ്രോതസ്സുമാണ് സിംഗപ്പൂർ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ നിലയിലെന്ന് ലോകബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് 7% ലോകബാങ്ക് പ്രവചിച്ചു. നേരത്തെ ഇത് 6.6% ലോകബാങ്കിന്റെ വിലയിരുത്തൽ. സ്വകാര്യ ഉപഭോഗം, നിക്ഷേപം തുടങ്ങിയ ഘടകങ്ങളിലൂടെ മികച്ച സാമ്പത്തിക നേട്ടം കൈവരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ലോകബാങ്കിന്റെ പ്രവചനം. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച 7% അന്താരാഷ്ട്ര നാണയനിധിയും നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഓഡിറ്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും UAEയും ഒപ്പുവച്ചു. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UAE അക്കൌണ്ടബിലിറ്റി അതോറിറ്റി പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. ഇരു രാജ്യങ്ങളും നടപ്പിലാക്കുന്ന മികച്ച ഓഡിറ്റിംഗ് സമ്പ്രദായങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ കരാർ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെ പൊതുഭരണം മികവുറ്റതാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് CAG ഗിരീഷ് ചന്ദ്ര മുർമു വ്യക്തമാക്കി. നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര, ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരും ത്രിപുര സർക്കാരും സമാധാന കരാറിൽ ഒപ്പുവയ്ക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പുവയ്ക്കുക. തീവ്രവാദവും അക്രമവും സംഘർഷവും ഇല്ലാത്ത വികസിത വടക്ക് കിഴക്ക് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് നടപടി. ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ത്രിപുര സർക്കാരിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. വടക്ക് കിഴക്കൻ മേഖലയിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരുന്നതിനായി 12 സുപ്രധാന കരാറുകളിലാണ് കേന്ദ്രം ഒപ്പുവച്ചത്. അവയിൽ 3 കരാറുകൾ ത്രിപുരയുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിന്റെ പ്രതിരോധ സജ്ജീകരണം വർദ്ധിപ്പിക്കുന്നതിനായി 1,45,000 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾസ്, എയർ ഡിഫൻസ് ഫയർ കൺട്രോളർ റഡാറുകൾ, ഡോർണിയർ 228 വിമാനങ്ങൾ, നെക്സ്റ്റ് ജനറേഷൻ ഫാസ്റ്റ് പട്രോൾ, ഓഫ്ഷോർ പട്രോൾ വെസലുകൾ എന്നിവ വാങ്ങുന്നതിന് അനുമതി നൽകി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റ് മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഖർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മധ്യപ്രദേശിൽ നിന്നാണ് ശ്രീ ജോർജ് കുര്യൻ BJPയുടെ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ 5 മെഡലുകളാണ് സ്വന്തമാക്കിയത്. 3 സ്വർണവും 7 വെള്ളിയും 10 വെങ്കലവും ഉൾപ്പെടെ 20 മെഡലുകളാണ് ഇന്ത്യയ്ക്ക് ഇതുവരെ ലഭിച്ചത്. 2020-ൽ 19 മെഡലുകളായിരുന്നു ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ഒരു റിപ്പോർട്ട്. പാരാലിമ്പിക്സിന്റെ 6ാം ദിനമായിരുന്ന ഇന്നലെ രാജ്യത്തിന് അഭിമാനമായി 5 മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതകളുടെ 400 മീറ്റർ T20 റേസിൽ ദീപ്തി ജീവാൻജിയുടെ വെങ്കലത്തോടെയാണ് ഇന്ത്യയുടെ ഇന്നലത്തെ മെഡൽ കുതിപ്പ് ആരംഭിച്ചത്. പുരുഷന്മാരുടെ ഹൈജംപ് T63 ഇനത്തിൽ ശരത് കുമാർ വെള്ളിയും മാരിയപ്പൻ തങ്കവേലു വെങ്കലവും കരസ്ഥമാക്കി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F46 വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ ലഭിച്ചു. അജിത് സിംഗിന് വെള്ളിയും സുന്ദർ ഗുർജാറിന് വെങ്കലവുമാണ് ലഭിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജയികളെ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കായിക താരങ്ങളുമായി ഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. പാരാലിമ്പിക് താരങ്ങൾ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാരീസ് പാരാലിമ്പിക്സിന്റെ 7ാം ദിനമായ ഇന്ന് കൂടുതൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ കളത്തിലിറങ്ങും. സൈക്ലിംഗിൽ അർഷാദ് ഷെയ്ഖും ജ്യോതി ഖട്ടേരിയയും ഇന്നിറങ്ങും. പുരുഷന്മാരുടെ ഷോട്ട് പുട്ട് F46 വിഭാഗത്തിന്റെ ഫൈനലിൽ സച്ചിൻ കില്ലാരി, മുഹമ്മദ് യാസിർ, രോഹിത് കുമാർ എന്നിവർ മത്സരിക്കും. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 45 കിലോഗ്രാം ഫൈനലിൽ പരംജിത് കുമാറും ഷൂട്ടിംഗിൽ നിഹാൽ സിംഗ്, രുദ്രാൻഷ് കണ്ടേൽവാലും അമ്പെയ്ത്തിൽ ഹർവീന്ദർ സിംഗും ഇന്ന് കളത്തിലിറങ്ങും. US ഓപ്പൺ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ അൽദില സുജാതി സഖ്യം സെമി ഫൈനലിൽ പുറത്ത്. അമേരിക്കയുടെ ടെയ്ലർ ടൌൺസൺ ഡൊണാൾഡ് യങ് സഖ്യത്തോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. സ്കോർ 6-3, 6-4. ഇന്ത്യയെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. റോഡുകളിൽ പൌരന്മാരുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ടണലിംഗ് ഇന്ത്യയുടെ 2ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. മഴ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയിൽ നിന്ന് റോഡുകളെ സംരക്ഷിക്കുന്നതിന് ചെലവ് കുറഞ്ഞ ശാശ്വത പരിഹാരങ്ങളുടെ ആവശ്യകത ശ്രീ ഗഡ്കരി എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ആനുകൂല്യങ്ങൾ പിന്നാക്കാവസ്ഥയിലുള്ള തൊഴിലാളികൾക്കും ലഭ്യമാക്കാനുള്ള നീക്കത്തിന് തുടക്കമിട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. കുടിയേറ്റ തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണം, ബീഡി നിർമ്മാണം, സിനിമ, മറ്റ് അസംഘടിത മേഖല എന്നിവയിലെ തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് തൊഴിൽ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു. അർഹരായ ഗുണഭോക്താക്കൾക്ക് 2 കോടി അധിക വീടുകൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബിൽ പശ്ചിമബംഗാൾ നിയമസഭ ഇന്നലെ ഏകകണ്ഠമായി പാസാക്കി. ശബ്ദ വോട്ടിലൂടെയാണ് ബിൽ പാസാക്കിയത്. കഴിഞ്ഞ മാസം കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ബിൽ അവതരിപ്പിച്ചത്. കൂട്ടബലാത്സംഗം, ലൈംഗിക അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി ആവശ്യപ്പെടുന്നതാണ് ബിൽ. തൃശൂർ മരത്താക്കരയിൽ തീപിടുത്തത്തിൽ ഫർണിച്ചർ കട കത്തി നശിച്ചു. പുലർച്ചെ 4:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേനയുടെ 5 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് നൽകുന്ന അടിയന്തര സഹായവും വാടകയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. വാടക ഇനത്തിൽ നൽകുന്ന 6000 രൂപയും താൽക്കാലിക ആശ്വാസമായി നൽകുന്ന 10000 രൂപയും അപര്യാപ്തമാണെന്ന് ശ്രീ രാഹുൽ ഗാന്ധി കത്തിൽ വ്യക്തമാക്കി. നടൻ പ്രേംകുമാറിനെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകി. രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായ പ്രേംകുമാറിന് ചുമതല നൽകിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കി. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡൽഹി സർവകലാശാലയിലെ തമിഴ് വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്ത കേന്ദ്ര സഹമന്ത്രി സർവകലാശാലയിൽ തമിഴ് ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി പുതിയ ഡിപ്പാർട്ട്മെന്റും ഗവേഷണ കേന്ദ്രവും സൃഷ്ടിക്കണമെന്ന് ഉപരാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കേരള സർക്കാരിന്റെ പുതിയ ലോജിസ്റ്റിക്സ് നയം 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി രാജീവ്. മാരിടൈം ലോജിസ്റ്റിക്സ് റൌണ്ട് ടേബിൾ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറയുടെ ക്ഷേമവും തൊഴിൽ സാധ്യതയും കണക്കിലെടുത്ത് സാങ്കേതിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മഹാരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രൂണയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രൂണൈ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമെന്നും നടപ്പു സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 7% ലോകബാങ്ക്. ഓഡിറ്റ് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും UAEയും ഒപ്പുവച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ ഇന്നലെ നേടിയത് 5 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.